സമാധാനപരമായ ഒരു ജീവിതം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ചില കഴിവുകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു കഴിവ്. ആര് നമ്മളോട് എന്ത് ചോദിച്ചാലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നോ പറയുക എന്നല്ല. നമുക്ക് ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇഷ്ടമല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് ദോഷം മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാമെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും നോ പറയാൻ തയ്യാറായിരിക്കണം. പക്ഷെ നമ്മളിൽ പലർക്കും അത് പലപ്പോഴും സാധിക്കാറില്ല. ഇത് നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലത്തും ഒക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാനായിട്ട് വളരെയധികം കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാരണം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എല്ലാവരും എന്നെപ്പറ്റി നല്ലത് മാത്രമേ പറയാവൂ, ഞാൻ എല്ലാവരുടെയും ഗുഡ് ബുക്കിലായിരിക്കണം എന്നുള്ള ഒരു ചിന്ത. എല്ലാവരെയും പ്രീതിപ്പെടുത്തുക, പീപ്പിൾ പ്ലീസിങ്ങിനെ പറ്റി ഞാൻ വിശദമായ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അടുത്ത കാരണം മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രതികരണത്തോടുള്ള ഭയം. അതായത് ഞാൻ അവിടെ നോ പറയുമ്പോൾ അവരതിനെ ഏത് രീതിയിൽ എടുക്കും, അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ചിന്ത. അതായത് ഒരു നോ കേൾക്കുന്നത് പലപ്പോഴും പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിനോടുള്ള പ്രതികരണം പലപ്പോഴും നല്ലതാവണമെന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പലർക്കും ഒരിടത്ത് നോ പറഞ്ഞതിന് ശേഷം അതിന്റെ പേരിൽ പിന്നീട് കുറ്റബോധവും വിഷമവും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് എല്ലായിടത്തും യെസ് പറയുന്ന ആളുകളുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സെൽഫിഷ് ആണ് അല്ലെങ്കിൽ സ്വാർത്ഥനാണ് എന്ന് മറ്റുള്ളവർ പറയുമോ എന്നുള്ള ഒരു ചിന്ത. അടുത്ത ഒരു കാരണം, നമുക്ക് ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ എല്ലാവരോടും എല്ലാത്തിനോടും യെസ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവാനായിട്ട് നല്ല സാധ്യതയുണ്ട്. മറ്റൊന്ന്, എല്ലായിടത്തും യെസ് പറയുമ്പോഴാണ് നമുക്ക് വിലയുണ്ടാവുന്നത് എന്നുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. മറ്റൊരു കാരണം, ഇവിടെ ഞാൻ നോ പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുമോ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ളൊരു ഭയം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, വാക്ക് തർക്കം, വാദപ്രതിവാദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിനിന് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. അതിനെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ അപകടമായിട്ടാണ് അത് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നോ പറഞ്ഞാൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്, എന്നാൽ പിന്നെ യെസ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അത് നമ്മളിൽ ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. ഇനി അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതിനുള്ള ചില പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ആരെങ്കിലും നമ്മളോട് ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ അതിന് ഉടനടി മറുപടി കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതിന് ഇത്ര സമയമെന്നില്ല. ആ കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് തീരുമാനിക്കുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെക്കൻഡുകൾ മതിയാവും. അതല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദിവസങ്ങൾ വരെ വേണ്ടി വന്നേക്കും. ഇങ്ങനെ സമയമെടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാര്യമായി ആലോചിക്കാതെ ഉടനടി കൊടുക്കുന്ന മറുപടി പലപ്പോഴും ശരിയാകണമെന്നില്ല. അത് പിന്നീട് തെറ്റിപ്പോയി എന്ന് നമുക്ക് മനസ്സിലായാലും നമ്മുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മൾ ഒരാളോടൊരു കാര്യം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ പിന്നെ അത് മാറ്റാൻ പലർക്കും മടിയാണ്. അതുകൊണ്ട് കൊടുക്കുന്ന മറുപടി ആലോചിച്ച് മാത്രം പറയുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നോ പറയുമോ എന്നുള്ള പേടി മൂലം ചിലർ അവിടെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് പെട്ടെന്ന് മറുപടി പറയണമെന്നുള്ള രീതിയിൽ. അതായത് നമുക്ക് ആലോചിക്കാൻ സമയം തന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇപ്പൊ തന്നെ പറഞ്ഞേ പറ്റൂ, ഇന്ന് തന്നെ പറഞ്ഞേ പറ്റൂ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. ഇങ്ങനെ ആളുകൾ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ യെസ് പറയാനുള്ളൊരു നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് അല്പം സമയം കൊടുക്കുക. നമ്മളിങ്ങനെ സമയം എടുത്താൽ അതിനെപ്പറ്റി നമുക്ക് നന്നായി ആലോചിച്ച് യെസ് പറയണോ നോ പറയണോ എന്നുള്ള ഒരു ശരിയായ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ള ഒരു വ്യക്തത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് നമ്മളുടെ അടുത്ത് ഒരു സാധനം വിൽക്കാൻ വരുമ്പോൾ ആ സാധനം നമുക്കിപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമേ അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അയാൾ നമ്മളെ എത്ര നിർബന്ധിച്ചാലും അവിടെ നമുക്ക് നോ പറയാനായിട്ട് കഴിയും. ഇവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. എന്നാൽ അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ അവിടെ നമ്മുടെ മറുപടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്ര പണമില്ല എന്നായിരിക്കും. ഇനി അതല്ല, അവിടെ നമ്മളൊരു നോ പറഞ്ഞാലും അതൊരു പകുതി യെസ് ആണെന്ന് കേൾക്കുന്ന ആളിന് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അയാൾ നമുക്ക് ഓഫറുകൾ തരും. നിങ്ങൾ ഇതിന്റെ പണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാൽ മതിയെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിയ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് തരാമെന്നോ, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് ഇനി ഇത് ഒരിക്കലും കിട്ടില്ലെന്നോ ഒക്കെ പറയും. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. മിക്കവാറും അവസാനം ആ സാധനം നമ്മൾ വാങ്ങാനാണ് സാധ്യത. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ദുശീലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് അത് നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്.
അതെനിക്ക് വേണ്ട, അതെന്റെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആര് നമ്മളെ എത്ര നിർബന്ധിച്ചാലും അതിനോടൊക്കെ നമുക്ക് നോ പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് എത്ര ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ യെസ് ആണോ നോ ആണോ പറയേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഇനി ജീവിതത്തിലെ വളരെ നിർണായകമായ എന്തെങ്കിലും കാര്യത്തിലാണ് നമുക്ക് ഒരു യെസ് ഓർ നോ പറയേണ്ടതെന്ന് വിചാരിക്കുക, ജോലിയോ ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും. അവിടെ നമുക്ക് സമയമെടുത്ത് ആലോചിക്കുന്നതോടൊപ്പം ചെയ്യാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനോട് യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും നമുക്കുണ്ടാകാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എഴുതി നോക്കുക. അങ്ങനെ ആകുമ്പോൾ അവിടെ നമുക്ക് ശരിയായ ഒരു ഉത്തരം കണ്ടെത്താനും ഇനി ആ ഒരു ഉത്തരം നമ്മൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു വ്യക്തത വരാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അങ്ങനെ ആകുമ്പോൾ അതിന്റെ പേരിൽ പിന്നീട് നമ്മളിലേക്ക് എന്തെങ്കിലും സമ്മർദ്ദം വന്നാലും അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനും സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നോ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ യെസ് ആയി മാറിപ്പോകും. ഇനി നമ്മളോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളുടെ പ്രതികരണത്തെ ഭയന്ന് എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാള് ഒരു കാര്യത്തെ എങ്ങനെ എടുക്കുന്നു, അവര് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ഒരു പ്രതികരണത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നോ പറയേണ്ടതാണ് എൻ്റെ ആവശ്യം, അതാണ് എനിക്ക് നല്ലത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാമെങ്കിൽ അവിടെ അത് പറഞ്ഞതിന്റെ പേരിൽ പിന്നീട് കുറ്റബോധമോ വിഷമോ ഒന്നും തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഒരിടത്ത് യെസ് പറഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവുമെന്ന് അറിയാമെങ്കിലും ഒരാളുടെ പ്രതികരണത്തെ പേടിച്ച് നമ്മൾ അവിടെ യെസ് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മുടെ വികാരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റൊരാളുടെ വികാരങ്ങൾക്ക് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നോ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മറുപടി സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വിളിക്കുന്നു, അവിടെ നമുക്ക് പക്ഷെ പോകാൻ തീരെ താല്പര്യമില്ല. അത് അവിടെ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പറയുന്നു ഈ ആഴ്ച പറ്റില്ല, അടുത്ത ആഴ്ച നോക്കാമെന്ന്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അയാൾ നമ്മളെ പ്രതീക്ഷയോടെ അടുത്ത ആഴ്ചത്തേക്ക് നോക്കിയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ആലോചിക്കുന്നത് അടുത്ത ആഴ്ച ഞാൻ ഇനി എന്ത് എക്സ്ക്യൂസ് ആണ് പറയേണ്ടതെന്നായിരിക്കും. അത് ശരിക്കും രണ്ടുപേർക്കും ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമേ വരില്ല. അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച ആളിന് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ നോക്കുകയും ചെയ്യാം. അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് അവരോട് തുറന്നു പറയാനായിട്ട് തയ്യാറാകുക. കാരണം നമ്മൾ പറയുന്ന എക്സ്ക്യൂസുകൾ വെറുതെ പറഞ്ഞതാണെന്ന് പലപ്പോഴും പെട്ടെന്ന് തന്നെ തെളിയുകയും ചെയ്യും. അത് പല ബന്ധങ്ങളും വലിയ രീതിയിൽ വഷളാകാൻ വരെ ഇത്തരം കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളോട് ഒരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്ന് സത്യസന്ധമായി അവരോട് പറയുക. നമുക്ക് ജീവിതത്തിൽ സാധാരണയായിട്ട് നേരിടേണ്ടി വരുന്ന മിക്കവാറും സാഹചര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല, അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാമെങ്കിൽ അവിടെ മടിക്കാതെ നോ പറയാനായിട്ട് തയ്യാറാകുക. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ശീലം വളർത്തിയെടുക്കാനായിട്ട് തുടങ്ങുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ആദ്യമായി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശീലിച്ചു തുടങ്ങുക, പിന്നീട് അത് ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം. അപ്പോൾ ഇനി ഈ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.